കണ്ണൂർ തലശ്ശേരിയിൽ തീപിടുത്തം. കണ്ടിക്കൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ് തീപിടുത്തമുണ്ടായത്. പ്ലാസ്റ്റിക് കമ്പനിയുടെ ഗോഡൌണിലാണ് തീപിടിച്ചത്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ഫയർ യൂണിറ്റ് അടക്കം 8 യൂണിറ്റുകൾ തീയണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. കൂട്ടിയിട്ട പ്ലാസ്റ്റിക്കിൽ തീ പടരുന്നത് തീ അണയ്ക്കാൻ ബുദ്ധിമുട്ടാകുകയാണ്. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, എപ്പോഴാണ് ഈ തീപിടുത്തമുണ്ടായത്? ഇപ്പോൾ സ്ഥിതി എന്താണ്? ഏതാണ്ട് 4 മണിയോടുകൂടിയാണ് ഈ സംഭവം തുടങ്ങിയത്. ഏതാണ്ട് 5 മണിക്കൂറോളം പിന്നിടുന്നു ഇപ്പോൾ. അതായത് കണ്ണൂർ തലശ്ശേരിയിലെ കണ്ടിക്കൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ് തീപിടുത്തം ഉണ്ടായത്. അവിടെ ഈ പ്ലാസ്റ്റിക് സ്വീകരിച്ച് അത് സംസ്കരിക്കുന്ന ഒരു യൂണിറ്റ് ആയിരുന്നു. ആ കമ്പനിയിലാണ് തീപിടുത്തം ഉണ്ടായത്. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ തീപിടുത്തത്തിന്റെ ആഘാതം വളരെ കൂടുതലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിനുള്ളിലായതുകൊണ്ട് മറ്റ് ജനവാസ മേഖലയിലേക്ക് പടർന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസകരമായ ഒരു സംഭവം. ഏതാണ്ട് 12 ഫയർ യൂണിറ്റുകളാണ് ഇപ്പോൾ സ്ഥലത്തുള്ളത്. മുക്കാൽ ഭാഗത്തോളം ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇനിയും 2 മണിക്കൂറോളം വേണ്ടി വരുമെന്നാണ് അധികൃതർ പറയുന്നത്. പുഴയിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്തും തീ അണയ്ക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നടക്കം ഫയർ യൂണിറ്റുകൾ എത്തിയാണ് ഈ തീ അണയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷേ പ്ലാസ്റ്റിക് കലർന്ന ഈ പുക അന്തരീക്ഷത്തിൽ പടർന്നത് ഒരു ആശങ്കയാകുന്നുണ്ട്. കാരണം ആ പ്രദേശത്തെ ആളുകളെ സംബന്ധിച്ച് അവർക്ക് ശ്വസിക്കാനടക്കം ബുദ്ധിമുട്ടാകുമെന്നൊരു സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇതിൽ 2 മണിക്കൂറിനുള്ളിൽ തീ കെടുത്താൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ഫയർഫോഴ്സ് അധികൃതർ പറയുന്നത്. നീലിമ.